കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവേട്ടന് ഇത്രയ്ക്ക് വാശി എന്താ രാമ? പോരാത്തേന് ഞാൻ ചതിച്ചു എന്ന് വരെ പറയുന്നു കേട്ടോ. ഞാൻ സത്യം പറയാതിരുന്നല്ലേ ഉള്ളൂ. ചതിച്ചോന്ന് നീ പറ. നടന്നതെല്ലാം നിനക്കറിയാവുന്നതല്ലേ? നീ ന്യായം പറഞ്ഞേ. ഇതിനൊക്കെ ആളുടെ ന്യായം എന്താണെന്നറിയോ? അച്ഛന് വേണ്ടി ആളോട് ഞാൻ സത്യം പറയാതിരുന്നോണ്ട് ആളെയൊക്കെ കൂടുതൽ അച്ഛനാണത്രേ ഞാൻ പ്രാധാന്യം കൊടുത്തേ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇതൊക്കെ വാശിയും പിണക്കും കാരണം പറയുന്നതല്ലേ. എന്റെ മനസ്സില് ദേവേട്ടന്റെ സ്ഥാനം എന്താണെന്ന് ദേവേട്ടൻ അറിഞ്ഞൂടെ? കഴിഞ്ഞ സംഭവങ്ങളിലൊക്കെ ദേവേട്ടനെയൊക്കെ കൂടുതൽ പെടഞ്ഞത് ഞാൻ തന്നെയല്ലേ? എന്നിട്ട് എന്നോട് തന്നെ പിണങ്ങിയ എങ്ങനെയാ? നീ ചൊരിഞ്ഞ അനുഗ്രഹത്തിന് ഞാൻ നിന്നോട് വില ചോദിക്കാൻ വന്നതൊന്നും അല്ല രാമ. ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് നീയാ. ഒടുവിൽ ഒന്നിക്കേണ്ട സമയത്ത് ദേവേട്ടന്റെ മനസ്സ് എന്തിനാ മാറ്റിയത്? ദേവേട്ടന്റെ പരാതികളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞേ ഉള്ളൂ. ദേഷ്യപ്പെടല്ലേ. അല്ലെങ്കിലും നിനക്കെപ്പോഴും എന്നോട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ദേവേട്ടന്റെ മനസ്സ് മാറ്റണേ രാമ എന്ന് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ദേഷ്യമാണെങ്കിൽ എങ്ങനെ കുറയ്ക്കുന്നോർത്ത് പേടിക്കണമായിരുന്നു. ഇത് പക്ഷെ പരിഭവല്ലേ? ദേവേട്ടന്റെ വാശി മായച്ചു കളഞ്ഞ് വീണ്ടും ദേവേട്ടനെ ഞാൻ എന്റെ പുറകെ നടത്തി കാണിക്കും. നോക്കിക്കോ. വാ ഇന്ദുമേ, തൊട്ടു തൊഴുതോളൂ. എന്റെ മഹാലക്ഷ്മി, എത്ര വർഷങ്ങളായി മൂത്ത മരുമോള് വന്നിട്ട് ഒരു ദിവസം പോലും ഇവിടെ വിളക്ക് കത്തിച്ചിട്ടില്ല. ഇങ്ങനെയൊരു മരുമോളെയായി ഈ വീടിന് വേണ്ടിയിരുന്നത്. എന്തൊക്കെ ആയാലും ദേവൻ ഭാഗ്യമുള്ളവനാ. എന്താ മോളെ, അവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇതുവരെ എഴുന്നേറ്റില്ല എന്തുമേ. കാപ്പി കൊണ്ട് കൊടുത്തിട്ട് എഴുന്നേപ്പിച്ചോളാം. എന്നെ പെട്ടെന്ന് കൊണ്ട് കൊടുക്കും മോളെ. എഴുന്നേക്കുമ്പോ കാപ്പി കണ്ടില്ലേ അവന് ദേഷ്യം വരും കേട്ടാ. ദേഷ്യം മുഴുവൻ ഇന്നലെ രാത്രി എന്നോട് തീർത്തു. ഇനി കാപ്പിക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നതിന് മുന്നേ കൊണ്ടു കൊടുത്തേക്കാം. ഇപ്പൊ കൊണ്ടു കൊടുക്കാം എന്തുമേ. വേഗം ചെല്ലും മോളെ. രാമ, ഇനിയുള്ളതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കാണ് കേട്ടോ. എന്ത് പാവായിട്ടാ എന്റെ ദേവേട്ടൻ കിടന്നുറങ്ങുന്നേ. രാത്രി എന്റെ നേരെ ചാടിയ ആളാന്ന് ആരെങ്കിലും പറയൂ ഈശ്വര. ഈ ചാട്ടൊക്കെ ഞാൻ കുറപ്പിച്ചോളാം. കണ്ണിണകൾ തഴുകാതെ ചുണ്ടിണകൾ ഉണർത്താതെ കണ്ടറിയുന്ന ആനന്ദ നിറമേഴും ഞാൻ പൊൻവലയിൽ കുരുക്കാതെ നിൻ മനസ്സറിയാതെ
കേട്ടറിയുന്ന നെഞ്ചിൻ സ്വരമേഴും ഞാൻ ഇഷ്ടമോടെ മെല്ലെ വന്നു ഞാൻ കഷ്ടമിന്നു തെന്നി മാറി നീ മുത്തുസൂചി പോലെ എന്നെ നീ കുത്തിത്തുളയ്ക്കാതെ I love you ആ പുഞ്ചിരിയിൽ വീണു പോയി ഞാൻ I love you പുതു പ്രണയം തൂകി ഞാൻ ചെണ്ടുമല്ലികപ്പൂവു നീ കണ്ടു കണ്ടു വന്ന വണ്ടു ഞാൻ ചുണ്ടിനുള്ളിലുള്ള തേൻ കണം തരുമോ കൺമണി ഉള്ളറകൾ തുറക്കാതെ വെള്ളിവയിൽ പതിയാതെ ഉള്ളിനുള്ളിൽ വന്നു ഞാനേകാകിയായി നിന്മടിയിൽ മയങ്ങാതെ പുലർകാല ചന്ദ്രിക പോലെ പൂത്തിരുവാതിര പോലെ അറിയാതെ വന്നെന്റെ ഉള്ളിൽ അനുരാഗ ചന്ദനം ചാർത്തി നീയാലിംഗനം കൊണ്ടുമൂടി എന്റെ പൊന്നു സുഹൃത്തെ ഈ കഴുതരാഗം ഒന്ന് നിർത്തിയായിരുന്നെങ്കിൽ മനുഷ്യനിവിടെ ഇരിക്കായിരുന്നു. കഴുതരാഗോ? ഞാൻ നന്നായി പാടുന്നാണല്ലോ എല്ലാരും പറയാറ്. സ്നേഹം ഉണ്ടെങ്കിൽ കാക്ക കരയാണെങ്കിലും കുയില് കൂവാൻ തോന്നും. ഇഷ്ടമില്ലെങ്കിൽ കുയില് കൂവുന്നതും കാക്ക കരയുന്നത് പോലെ തന്നെ തോന്നും. ഇപ്പൊ എനിക്ക് നിന്നെ കണ്ണെടുത്ത കാണുകയും വേണ്ട, നിന്റെ പാട്ടും എനിക്ക് കേൾക്കണ്ട. ദയവ് ഇതൊന്ന് പാടാതിരിക്കും. അല്ല അതിരിക്കട്ടെ, എന്തിനാ എന്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ചേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ, എനിക്കൊന്നും അറിയില്ല. അല്ല, നീ തന്നെ തളിച്ചത്. ആ ഇപ്പൊ ഓർമ്മ കിട്ടി. നീ ഇപ്പൊ കുളി കഴിഞ്ഞ് വന്നല്ലേ? നിന്റെ തലമുടി എന്നുള്ള വെള്ളമാണ് എന്റെ ദേഹത്ത് തെറിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. അയ്യോ ഞാനൊന്നുമല്ല. ദേവേട്ട് നോക്കിക്കേ, എന്റെ മുടിയൊക്കെ എപ്പോഴും ഉണങ്ങി. നോക്കിക്കേ. നോ, ഡോണ്ട് ടച്ച്. ഗോ ബാക്ക്, ഗോ ബാക്ക് ഐ സേ. അയ്യടാ, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ദേഹത്ത് തൊട്ട് കൂട്ടുകൂടാന്ന് വിചാരിച്ചല്ലേ? ആ പരിപ്പ് ഈ കലത്തിൽ വേണ്ട. എന്താ ഇതെല്ലാം? ടൂത്ത് ബ്രഷ് വിത്ത് പേസ്റ്റ്, കുളിക്കാൻ ടവല്, അയൺ ചെയ്ത ഡ്രസ്, എന്തെല്ലാം അറേഞ്ച്മെന്റ്സാ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ കമിഴ്ന്നടിച്ച് വീഴുമെന്ന് വിചാരിച്ചോ? അല്ല നിന്റെ സാരി തുമ്പെ പിടിച്ച് വീണ്ടും നിന്റെ പുറകെ വരുമെന്ന് വിചാരിച്ചോ? ആ സ്വപ്നമൊന്നും വേണ്ട. ഇത് ദേവനാ, ദേവൻ, സാക്ഷാൽ ശ്രീരാമൻ. രാമനാണെന്ന് വിചാരിച്ച് ഏകപത്നി വ്രതം കൊണ്ട് സീതയില്ലാതെ ജീവിക്കില്ലാന്നൊന്നും കരുതണ്ട. ഈ സീതാദേവി ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് അദ്ദേഹം ഒത്തിരി കാലം ജീവിച്ചിട്ടുണ്ട്. ആ രാമന്റെ അംശം തന്നെയാ ഈ നിൽക്കുന്ന ദേവനും. അതുകൊണ്ടൊരു വൈദേഹിയും കിടന്ന് തുള്ളണ്ട. എന്തേ കാണിക്കുന്നേ? മനസ്സിലാക്കിക്കോ, എനിക്ക് ഈ സഹായം ഒന്നും വേണ്ട. നീ എടുത്തു വെച്ച ഈ ടൂത്ത് ബ്രഷും എനിക്ക് വേണ്ട, കുളിക്കാൻ വെച്ചിരിക്കുന്ന ടവലും വേണ്ട, പിന്നെ നീ അയൺ ചെയ്ത് വെച്ച ഡ്രസ്സും ഞാൻ ഇടാൻ പോകുന്നില്ല. ഈ മുറിക്കകത്ത് നിന്റെ ഒരു സേവനവും എനിക്ക് വേണ്ട. ഇവിടെ നിന്ന് പോയിത്താ. നേരം വെളുത്ത എല്ലാം ശരിയാവുന്ന കരുതിയത്, കൂടിയിട്ടേ ഉള്ളൂ. ഇന്ദമ്മ പറഞ്ഞതുപോലെ കാപ്പി കൊടുത്താൽ ചിലപ്പോ കുറയായിരിക്കും. വീണ്ടും എന്തിനാ വന്നേ? ഈ മുറിക്കകത്തേക്ക് ഭവതിയുടെ സേവനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇറങ്ങി പോടി. ഞാൻ പൊക്കോളാം, ഈ കാപ്പി ഒന്ന് കുടിക്ക്.
നീ എടുത്തുന്ന ടവല് യൂസ് ചെയ്തില്ല, ഡ്രസ്സും ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ നിന്റെ കൈ കൊണ്ടുള്ള കാപ്പി ഞാൻ കുടിക്കുക? നിന്റെ കൈ കൊണ്ട് തരുന്ന പച്ചവെള്ളം പോലും ഞാൻ കുടിക്കില്ല. ഏയ് അതെ അതെ, എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? ഇവിടെ ആരും വലിയ കോമഡി ഒന്നും കാണിച്ചില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കാപ്പി കൊണ്ടുവരുമ്പോ ഞാനും എന്റെ മനസാക്ഷിയും കൂടെ ചെറിയൊരു പന്തയം വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു ദേവേട്ടൻ ഈ കാപ്പി കുടിക്കില്ല എന്ന്. പക്ഷെ എന്റെ മനസാക്ഷി പറഞ്ഞു അല്ല, ദേവേട്ടൻ ഈ കാപ്പി കുടിക്കുമെന്ന്. ദേവേട്ടൻ ഇത് കുടിച്ചില്ല. അപ്പൊ ഞാൻ ജയിച്ചില്ലേ? നോ വേ. ഞാൻ തലകുത്തി മറിയേണ്ടി വന്നാലും നീ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ തന്നെ. അതിരിക്കട്ടെ, നീയാണെങ്കിലും നിന്റെ മനസാക്ഷിയാണെങ്കിലും രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈശ്വരാ, പെട്ട്. അപ്പൊ വീണ്ടും ചതിക്കായിരുന്നല്ലേ? എനിക്ക് നിന്റെ കോഫി ഒന്നും വേണ്ട. താങ്ക്സ് ദേവേട്ടാ. രാത്രി രണ്ടുപേർക്കും കൂടെ പാല് കുടിക്കാൻ പറ്റിയില്ല. രാവിലെ കോഫിയെങ്കിലും കുടിക്കാൻ പറ്റിയല്ലോ. നീ ഇങ്ങനെ വിളച്ചിൽ കാണിക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇത്രയും നാൾ അത്രയും വലിയ നാടകം കളിച്ചവൾക്ക് ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഓ ദേവേട്ടാ, അത് മാത്രം പറയരുത് കേട്ടോ. പറയൂടി, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറയും. നിന്റെ ഫാമിലി മൊത്തം ഒരു ഡ്രാമ കമ്പനി അടി. ആ കമ്പനിയിലെ സൂത്രധാരയാ നീ. യെസ്, ഡ്രാമ ക്യൂൻ. ഡ്രാമ ക്യൂൻ ആടി നീ. ഒരു ഡ്രാമ ക്യൂൻ. കാലത്തെ യോഗ പോലെ എന്തെങ്കിലും ചെയ്തോളൂ. ശരി ഡോക്ടറെ. കുഴപ്പമില്ല, ഇപ്പൊ ഒത്തിരി മെച്ചമായിട്ടുണ്ട്. ബ്ലഡ് പ്രഷറും കൺട്രോളായി കഴിഞ്ഞു. പക്ഷേ ഹാർട്ട് ഇപ്പോഴും വീക്കാന്ന് ഓർക്കണം. ഡോക്ടറെ, എല്ലാം മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് വീക്കാണെങ്കിൽ എങ്ങനാ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒത്തിരി നാളായിട്ട് കോമയിലല്ലായിരുന്നോ, അതുകൊണ്ടൊക്കെ ഉണ്ടായതാ. എന്നാലും ഇതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. നമ്മളൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞോളൂ. ഒന്നിനെ കുറിച്ച് ഒത്തിരി ചിന്തിക്കരുത്. ഒരു ടെൻഷനും പാടില്ല. സമാധാനമായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. അതുപോലെ കുടുംബത്തിലുള്ളവരും ഇദ്ദേഹത്തെ ടെൻഷനാക്കുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കണം. അല്ലെങ്കിൽ ഏത് നേരത്തും അപകടം. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും. ഓ, എന്റെ ഹാർട്ട് വീക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണോ? അത് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ. അതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ലെന്നേ. എത്രയെത്ര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഹൃദയമാണിത്. അത്രയ്ക്ക് ബലഹീനതയൊന്നുമില്ല.
ഇനിയും ചെയ്തു തീർക്കേണ്ട ഒത്തിരി കടമകളുണ്ട്. അതിനു മുമ്പ് ഈ ഹൃദയത്തിനൊന്നും പറ്റില്ല. ആ പറഞ്ഞതിൽ സത്യമുണ്ട് ദാസേട്ടാ. എന്നാലും ഞങ്ങൾക്ക് പേടിയുണ്ടാവുമല്ലോ. ദാസേട്ടനൊന്ന് സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം കൗസല്യേ. ഡോക്ടർ ടെൻഷൻ അടിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് ഞാൻ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ തന്നെ എനിക്കിനി എന്ത് ടെൻഷനാ ഉള്ളത്? എല്ലാ ഉത്തരവാദിത്തങ്ങളും ദേവനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്റെ ഡ്രീം പ്രോജക്റ്റ് അക്ഷയപാത്രവും ദേവൻ തുടങ്ങിക്കഴിഞ്ഞു. ദേവന്റെ കല്യാണത്തിലെ പ്രശ്നങ്ങളും തീർന്നു. ഇനി എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്നാലും മനുഷ്യനല്ലേ, ഒരു കൊതി ഇപ്പോഴും ബാക്കിയാ. അത് നിനക്ക് നിറവേറ്റി തരാൻ പറ്റൂ. വൈദേഹിയോടാണോ നീ ചോദിച്ചത്? അവളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരുമെന്ന് ഉറപ്പല്ലേ? അവളെന്നും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ജീവിക്കുന്നവളാ. എന്താന്ന് ചോദിക്കേ? വേറെന്ത് ചോദിക്കാൻ അമ്മേ? എത്രയും വേഗം രണ്ടുപേരും കൂടി ഒരു കുഞ്ഞിക്കാലം എന്റെ മടിയിൽ വെച്ച് തരണം. അപ്പൊ എന്റെ എല്ലാ ടെൻഷനും മാറും. അങ്ങനെ എന്റെ പേരക്കുട്ടിയും ലാളിച്ചുകൊണ്ട് ഒരു 100 വർഷം പിന്നെയും ജീവിക്കും. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എന്നോട് ഇവര് ചോദിക്കില്ലല്ലോ. ഇവളെന്ത് കണ്ടിട്ട് ചിരിക്കുന്നു? പറയുമോളെ, അച്ഛന്റെ ഈ ആഗ്രഹം എത്രയും വേഗം നിങ്ങൾ സാധിച്ചു തരില്ലേ? എന്താടി ഡ്രാമ ക്വീൻ? എന്നോട് ചോദിക്കാതെ നീ വാക്ക് കൊടുക്കണോ? അച്ഛന് ഈ അവസ്ഥയിൽ ഒരു കാര്യം ചോദിച്ചാ ഇല്ല എന്ന് പറയാൻ പറ്റൂ ദേവേട്ടാ? അച്ഛനത് വിഷമാവില്ലേ? എന്നുവെച്ച് എല്ലാം തന്നിഷ്ടം പോലെ ചെയ്യാ? അതിലെനിക്കൊരു സീനുമില്ലെന്ന് എന്നോട് നീ അനുവാദം ചോദിച്ചായിരുന്നോടി? എന്താടാ നീ അവിടെ പെറുവിറുക്കുന്നേ? പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ദുമ്മേ. അച്ഛനെ ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാല് വേണമെന്നല്ലേ അച്ഛൻ എന്നോട് ചോദിച്ചേ. അത് പറ്റില്ല എന്ന് ദേവേട്ടൻ പറഞ്ഞു. അതെന്താടാ? അയ്യോ ഇന്ദുമ്മേ, ഞാൻ പറഞ്ഞു തീർന്നില്ല. പറ്റില്ല എന്ന് പറഞ്ഞത് ഒരാളായിട്ട് തരാൻ പറ്റില്ല എന്ന് മാത്രം. ഇരട്ടക്കുട്ടികളായിട്ട് 2 പേര് തരാന്ന ദേവേട്ടൻ ഉദ്ദേശിച്ചേ. ഫോട്ടോ ഇരട്ടകൾ എന്തിനാന്ന് ഞാനും ചോദിച്ചു ഇന്ദുമ്മേ. അപ്പൊ എന്താ പറഞ്ഞെന്നോ? നീ നിന്റെ അച്ഛന് വാക്ക് കൊടുത്തതുപോലെ ഞാനും എന്റെ ഇന്ദുവിന് വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് 2 പേരുടെയും കൊടുക്കണമെങ്കിൽ ഇരട്ടക്കുട്ടികൾ തന്നെ വേണമെന്ന് പറയായിരുന്നു. നീ ചാൻസ് കിട്ടിയപ്പോ ഗോൾ അടിക്കുമല്ലേ?
എന്റെ ദേവൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ? എടി കാന്താരി, നീ ശരിക്കൊരു ഡ്രാമ ക്യൂനാ. വെച്ചിട്ടുണ്ട് ഞാൻ. പോക്കുണ്ട്. എന്തൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നോ? എനിക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വഴിയില്ലെന്ന് പറയാതെ പറഞ്ഞിട്ട് പോവല്ലേ? എന്താടി നിന്റെ മനസ്സിൽ? ഒരു തോന്നിയ ദിവസം പറഞ്ഞിട്ട് വരിക. എന്ത് തോന്നിവാസം പറഞ്ഞു? പിന്നെ താഴെ പറഞ്ഞത് മുഴുവൻ തോന്നിയ ദിവസമല്ലടി. അതൊന്നും തോന്നിവാസം അല്ലല്ലോ. എത്ര വലിയ കാര്യ. ഞാൻ നിന്റെ കൂടെ കുടുംബം നടത്താന്ന് പറഞ്ഞോടി. മക്കളെ ഉണ്ടാക്കാന്ന് പറഞ്ഞായിരുന്നോ? ഇരട്ട കുട്ടികള് കൊച്ചുമോള് എന്തൊക്കെയാ വിളിച്ചു കൂയത്? ആർക്കറിയാം? പറയാൻ പറ്റൂ? കുടുംബം നടത്തി പോയാലോ? ഇരട്ട കുട്ടികൾ ഉണ്ടായി പോയാലോ? അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. അതെ ദേവേട്ടാ, നമ്മൾ ഒന്നിച്ച് ജീവിക്കുമെന്ന് വിചാരിച്ചോ? എന്നിട്ട് എന്തായി? ഒന്നിച്ച് ജീവിച്ചില്ലേ? എവിടെ ജീവിച്ചെന്നാ നീ പറയുന്നേ? കണ്ട നാള് മുതൽ എന്നെ പറ്റിച്ച് ഭ്രാന്തനാക്കിയിട്ട് എന്താ ഞാൻ ചെയ്ത് ദേവേട്ടാ? നീ ഒന്നും ചെയ്തില്ല അല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്തവരെ ചോദിക്കാ ഇനി അത് എന്നെ കൊണ്ട് പറയിക്കണോ? ഞാൻ എന്താ ദേവേട്ടാ ചെയ്ത്? എടി, അതെ, എന്നെ ശരിക്കും പ്രേമിച്ച് നീ വഞ്ചിക്കായിരുന്നില്ലേ മോനെ ദേവാ? എടി ഡ്രാമാക്യൂനെ, ഇനി തകർത്തങ്ങ് അഭിനയിച്ചോട്ടോ. നല്ല അവസരം നിനക്ക് ഒത്തു വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും കൂടെ കൂടിയില്ലേ പറ്റൂ. എന്നാ ഒന്നിച്ചങ്ങ് തകർക്കാം. കുറച്ചോട്ടങ്ങ് നീട്ടിച്ചിരിക്കേ. ഞാൻ നന്നായി ചിരിക്കുന്നുണ്ടല്ലോ. ദേവേട്ടനാ ചിരിക്കാതെ. അച്ഛാ, എന്താ ദേവ? എന്താ പറ്റിയേ? എന്താ ഉണ്ടായെന്ന് എന്നോട് പറയൂ ദേവ. അതല്ല, ഞാനിന്ന് കുട്ടികളെ കുറിച്ച് അച്ഛനോട് പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ ഇവളോട് പറയായിരുന്നല്ലേ.